നമസ്കാരം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മളിപ്പോൾ ഓൾറെഡി വരച്ചിട്ടുണ്ടല്ലേ പേപ്പറിൽ, ചാർട്ട് പേപ്പറിലായിരിക്കും നിങ്ങളെല്ലാവരും വരച്ചിരിക്കുന്നത്. ഇതുപോലെ ചിത്രം വരച്ചിട്ടുണ്ടായിരിക്കും. ഇനി പെയിൻറ് ചെയ്യാൻ നമുക്ക്, നിങ്ങൾ ക്യാൻവാസിലാണ് വരയ്ക്കുന്നതെങ്കിൽ ക്യാൻവാസിലേക്ക് ഇങ്ങനെ പകർത്തി വരയ്ക്കേണ്ടത്. ഇപ്പോൾ ക്യാൻവാസിൽ വരച്ചതാണ്, ചെറിയ ക്യാൻവാസാണ്, അതിലേക്ക് പകർത്തി വരച്ചു. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ക്യാൻവാസ് പഴയ ക്യാൻവാസ് ആണെങ്കിൽ, കുറച്ച് ചളിയും പൊടിയൊക്കെ ഉള്ള ക്യാൻവാസ് ആണെങ്കിൽ ടെക്സ്ചർ വൈറ്റ് എന്ന സംഭവമുണ്ട്, അല്ലെങ്കിൽ ജെസ്സോ എന്നൊക്കെ പറയും. ടെക്സ്ചർ വൈറ്റ് അല്ലെങ്കിൽ ജെസ്സോ, ഇതിൻ്റെ ചെറിയ ബോട്ടിൽ കിട്ടും. ഇത് ജെസ്സോ എന്നതിൻ്റെ പേര് കേട്ടോ, ജെസ്സോ. ചെറിയ ബോട്ടിൽ കിട്ടും. അതെടുത്തിട്ട് മൊത്തത്തിലൊന്ന് ഒരു കോട്ട് അടിക്കുന്നത് നല്ലതായിരിക്കും. ഒരു കോട്ട് ഒരു മീഡിയം ഡെപ്തിൽ വെച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ആ ചളിയും പൊടിയും പോകും. അതല്ല പുതിയ ക്യാൻവാസ് ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, ഓൾറെഡി അതിൽ കോട്ടിങ് ഉണ്ടായിരിക്കുമല്ലോ. പുതിയ ക്യാൻവാസ് ആണെങ്കിൽ ചെയ്യേണ്ടത്, നന്നായിട്ട് തുടയ്ക്കണം. ഒരു തുണിയിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ക്യാൻവാസ് ആദ്യം നന്നായിട്ട് തുടയ്ക്കുക. എന്നിട്ട് അത് ഉണങ്ങിയതിൻ്റെ ശേഷം പെൻസിൽ കൊണ്ട് വരച്ചെടുക്കുക. പെൻസിൽ കൊണ്ട് വരയ്ക്കുമ്പോൾ ഒരുപാട് അമർത്തി വരയ്ക്കരുത്, കാരണം ഇത് പോവാൻ റിസ്ക്കാണ്. പേപ്പറിൽ നിന്ന് വായിക്കുന്ന പോലെ ക്യാൻവാസിൽ നിന്ന് വായിക്കാൻ കഴിയില്ല. അപ്പോൾ ഒരുപാട് അമർത്തി വരയ്ക്കണ്ട, അത്ര ശ്രദ്ധിക്കുക. പിന്നെ പെൻസിൽ കൊണ്ടാണ് വരച്ചെടുക്കുക, എല്ലാ ഭാഗവും വരച്ചെടുക്കുക. അതല്ല നിങ്ങൾ ചാർട്ട് പേപ്പറിലാണ് വരയ്ക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല പേപ്പർ കിട്ടും. ഐവറി പേപ്പർ പോലത്തെ എന്തൊക്കെയോ പേരുണ്ട്, ഐവറി. ഞാൻ പണ്ട് ഉപയോഗിച്ചതാണ്. കടയിൽ പോയാൽ മതി, അപ്പോൾ അവിടെ ഉണ്ടാവും. ചാർട്ട് പേപ്പറിനെക്കാട്ടും കുറച്ച് കട്ടിയുള്ള പേപ്പർ വാങ്ങാൻ കിട്ടും. അത് വാങ്ങിയിട്ട് ഇതുപോലെ വരച്ചെടുക്കുക. പിന്നെ വരച്ച് കഴിഞ്ഞ ശേഷം ആദ്യത്തെ സ്റ്റെപ്പ് റെഡ് ഔട്ട്ലൈൻ ഇടുക എന്നാണ്. റെഡ് ഔട്ട്ലൈൻ ഇടാനായിട്ട് നമ്മൾ ഈ കാണുന്ന പോലെ രണ്ട് കളർ, നിങ്ങളുടെ കളർ ബോക്സിലെ കളറിൽ നിന്നും സ്കാർലറ്റ് ലേക്കും ബേൺ സീന, ഈ രണ്ട് കളർ ഉണ്ടായിരിക്കും. സ്കാർലറ്റ് ലേക്ക്, ബേൺ സീന. സ്കാർലറ്റ് ലേക്ക് എന്ന് പറയുമ്പോൾ അത് റെഡാണ്, ക്രിംസൺ അല്ല കേട്ടോ. ബേൺ സീന എന്ന് പറയുമ്പോൾ ഒരു ഏകദേശം ഒരു ബ്രൗൺ കളറ്, ബ്രൗൺ അല്ല. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യണം. 1:1, 1:1 ആ അളവിൽ മിക്സ് ചെയ്യുക. കുറച്ച് ഡൈല്യൂട്ട് ആക്കുക, നിങ്ങൾക്ക് വരയ്ക്കാൻ പാകത്തിന്. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് 000 ബ്രഷ് എടുക്കുക. 000 നിങ്ങളുടെ ലോങ് ഹെയർ ബ്രഷ് ഉണ്ടല്ലോ, അതെടുക്കുക. എടുത്തിട്ട് പെയിൻറ് വരച്ചെടുക്കണം. ഞാൻ ഇവിടെ കുറച്ച് പെയിൻറ് എടുത്തിട്ടുണ്ട്. ബ്രഷ് ഒന്ന് മുക്കിയിട്ട് ഈ ബ്രഷിൻ്റെ ഒന്ന് നന്നായിട്ട് നിങ്ങൾ വടിച്ചു കൊടുക്കണം കേട്ടോ. എന്തിനറിയാം, അല്ലെങ്കിൽ ബ്രഷിൻ്റെ എൻഡിൽ ഒരുപാട് പെയിൻറ് വന്ന് നിൽക്കും. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അത് എന്താ പറയുക, ആ പെയിൻറ് മൊത്തം ഇവിടേക്ക് സ്റ്റാർട്ടിങ്ങിൽ വരും. സ്റ്റാർട്ടിങ് പോയിന്റിൽ ആകെ ബൾജായിരിക്കും. ഇനി എന്ത് ചെയ്യുക, നിങ്ങൾ ലൈൻ ഫസ്റ്റ് നമ്മൾ പെൻസിൽ ഡ്രോയിങ്ങിൽ വരച്ചതെല്ലാം ലൈൻ ഇടണം. ഇതുപോലെ ലൈൻ ഇടുക. അതായത് നിങ്ങൾ എവിടെയെല്ലാം പെൻസിൽ കൊണ്ട് വരച്ചിട്ടുണ്ടോ അവിടെ എല്ലാം ലൈൻ ഇടണം. ഞാൻ വളരെ പൂവ് ചെയ്തെടുത്തു. ഓക്കെ, 000 നമ്മുടെ ലോങ് ഹെയർ ബ്രഷ്, പിന്നെ നമ്മൾ റെഡ് മിക്സ് ചെയ്തു, 1:1 മിക്സ് ചെയ്തു മൊത്തം. ഇനി എല്ലാ ഏരിയയും നിങ്ങൾ ഇതുപോലെ ലൈൻ ചെയ്യണം കേട്ടോ, നമ്മൾ വരച്ച ചിത്രം കംപ്ലീറ്റ് ആയിട്ട്. അത് കഴിഞ്ഞാൽ
ഉണങ്ങുമല്ലോ. ഉണങ്ങിക്കഴിഞ്ഞാൽ റബ്ബർ ഇറേസർ എടുത്തിട്ട് നന്നായി ആ പെൻസിൽ ഡ്രോയിങ് കളയണം. പെൻസിൽ ഡ്രോയിങ് നിർബന്ധമായും കളയണം കേട്ടോ, ഇല്ലെങ്കിൽ അത് ചിത്രം ചെയ്യുമ്പോൾ എത്ര ചെയ്താലും ആ പെൻസിൽ ഡ്രോയിങ് തെളിഞ്ഞു കാണും. അപ്പോൾ ആദ്യം റെഡ് ലൈൻ ഇട്ട് കഴിഞ്ഞതിന് ശേഷം, നന്നായി ഉണങ്ങിയതിന് ശേഷം ഇറേസർ എടുത്തിട്ട് നന്നായി മായ്ച്ച് കളയണം. മായ്ച്ച് കളയുമ്പോൾ വേണമെങ്കിൽ ഇറേസർ വെള്ളത്തിൽ മുക്കിയിട്ട് മായ്ക്കാം. അപ്പോൾ ഒന്നുകൂടി അത് പോകും, നമ്മുടെ ഈ പെൻസിൽ ഡ്രോയിങ് പോകും. അങ്ങനെ ചെയ്യാം കേട്ടോ. അടുത്ത ക്ലാസ്സിലേക്ക്